ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ഗ്രാസിയ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ അതിൻ്റെ ബോഡി പാർട്സൊക്കെ ഫ്രണ്ടിലെ 2 ബോഡി പാർട്സൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുത്തിരുന്നു. ഈ ഫ്രണ്ടിലെ ഈ സൈഡത്തെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫ്രണ്ട് കവറും നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുത്തിരുന്നു കസ്റ്റമറുടെ അടുത്ത്. അതുപോലെ ബാക്കിലെ ബാക്കിലെ 2 പീസ് കാരിയറും നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ജന സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ഒരു എഞ്ചിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് ക്ലച്ചിൻ്റെ ഉള്ളിൽ നിന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ച് നമുക്ക് ഈ വേരിയേറ്റർ ബോഡിയാണ്. ഈ വേരിയേറ്റർ ബോഡി ഉണ്ടാവും. ഈ വേരിയേറ്റർ ബോഡിയും ഈ ബോസ് ഡ്രൈവുമാണ് കംപ്ലയിൻറ്റ്. ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ഓടിയിട്ട് കിടാം. പ്ലേ ആയിട്ട് ഓടിയിട്ട് നല്ല രീതിയിൽ തുരുമ്പിൻ്റെ അംശം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ്. അപ്പോൾ ഈ വേരിയേറ്റർ ബോഡിയുടെ കംപ്ലയിൻ്റാണ് ആ സൗണ്ട് വേരിയേഷൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് വേരിയേറ്റർ ബോഡിയും ഈ ബോസ് ഡ്രൈവും നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ആ സൗണ്ട് മാറുള്ളൂ. പിന്നെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്. അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് അതിനെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് നമുക്ക് ബ്രേക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ബാക്കിൽ അയച്ചുകൊണ്ട് ഇപ്പോൾ ഫ്രണ്ട് അയക്കാറ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട് വേറെ കേബിളുകൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പുതിയ കേബിളാണ് നടക്കുന്നത്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ അതിന് ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും പുതിയ ബാറ്ററിയാണ്. നമുക്ക് ബാറ്ററിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടത് നമ്മൾ. പിന്നെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.95 മാക്സിമം വോൾട്ട് ഉണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് ഒരു ഡാമേജ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാട്ടോ. ബാറ്ററി ഓക്കെയാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററിക്ക്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് പ്ലഗൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ എൻ്റെ ആക്സിഡൻറ്റിൻ്റെ ഈ കേബിളിൽ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കയ്യോടെ ഈ കേബിൾ കൂടെ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അത് ഈ മീറ്ററാണ് കംപ്ലയിൻറ്റ്. മീറ്ററിൽ ഡിസ്പ്ലേ അല്ല, ഡിസ്പ്ലേ കറക്റ്റായിട്ട് തെളിയുന്നത് ഈ താഴത്തെ ഡിസ്പ്ലേയിൽ മാത്രമേ കാണിക്കുള്ളൂ. അതിൻ്റെ സ്പീഡിൻ്റെ ആ ഡിസ്പ്ലേ കട്ടായി പോയിരിക്കുകയാണ്. അത് മീറ്റർ മാറ്റി കഴിഞ്ഞാലാണ് റെഡി ആവുള്ളൂ കേട്ടോ. മീറ്റർ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഐറ്റം മോഡലിലേക്ക് വരുത്തിച്ചിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ. നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിലിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോശമായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് തിരിച്ചൊഴിക്കാം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് വേണം. ഓക്കെ, ഇനിയിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ടയറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ ടയർ മാറ്റുമ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് മാറ്റായാലും പുറമേ എവിടെ നിന്ന് മാറ്റായാലും ഈ കിടക്കണ മോഡൽ ഇടരുത്. എന്താ പറഞ്ഞാൽ ഫ്രണ്ടിൽ കിടക്കണ മോഡൽ സ്റ്റാപ്പർ പറയും. അത് ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ ആ മോഡൽ ഇടാൻ ശ്രദ്ധിക്കുക. സ്കൂട്ടറുകൾക്ക് ആ മോഡൽ ഇടുന്നതായിരിക്കും ഓടിക്കാനും ഒരു കംഫർട്ട് കിട്ടും. അപ്പോൾ ടയർ മാറ്റണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ വേണമെങ്കിൽ ടയർ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.